അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ നമ്മൾ കൈ ഉയർത്തേണ്ടത് എപ്പോഴൊക്കെയാണ്, കൈകളിങ്ങനെ ചുമലുകൾക്ക് നേരെ ഉയർത്തേണ്ടത് സമയങ്ങൾ എപ്പോഴൊക്കെയാണ്. പലരും പല സമയത്തും കൈ ഉയർത്തി കാണാറുണ്ട്. നമ്മുടെ തക്ബീർ അള്ളാഹു അക്ബർ എന്നാണല്ലോ തക്ബീർ. അള്ളാഹ് എന്ന് പറയുമ്പോൾ നാവ് പല്ലിൽ തട്ടാൻ പറ്റൂല, പല്ലിൻ്റെ ഊനിലാണ് നാവ് എത്തേണ്ടത്. ലാ എവിടെ നിന്നാണോ പറയേണ്ടത് അവിടുന്ന് തന്നെയാണ് അള്ളാഹ് എന്നും പറയേണ്ടത്. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. എങ്ങനെ ചൊല്ലേണ്ടത്? റഫ്ഉ കഫൈഹി ബികശ്ഫിൻ ഹദ്വ മങ്കിബൈഹി. തക്ബീറിനോട് കൂടെ കൈകൾ തുറന്നിട്ട് പിന്നെ വിരലുകൾ അല്പം അകറ്റിപ്പിടിച്ച്, കൂട്ടിപ്പിടിച്ചല്ല, അകറ്റിപ്പിടിച്ച് കൈകൾ തുറന്നിട്ട് പിന്നെ ഹദ്വ മങ്കിബൈഹി ചുമലിനു നേരെ, അതെങ്ങനെ? ബിഹൈത്തു യുഹാദി അത്റാഫു അസ്വാബിഇഹി, വിരലുകളുടെ തെല്ലുകൾ അത് നേരിടും. അഅ്ലാ ഉദ്നൈഹി ചെവിയുടെ മേൽഭാഗത്തോട്. പിന്നെയോ വഇബ്ഹാമാഹു അവൻ്റെ രണ്ട് പെരുവിരലുകൾ നേരിടും. ശഹ്മത്തൈ ഉദ്നൈഹി ചെവിൻ്റെ കുറ്റിയോട്, ചെവിക്കുറ്റിയോട് പിന്നെ തള്ളവിരലും ചെവിയുടെ മുകൾ ഭാഗത്തോട് നമ്മുടെ വിരലുകളുടെ മുകൾ ഭാഗവും അറ്റവും നേരിടുന്ന രൂപത്തിൽ. വറാഹത്താഹു മങ്കിബൈഹി ഉള്ളംകൈ ചുമലിനോടും നേരിടുന്ന രൂപത്തിൽ, ഉള്ളംകൈയുടെ പുറംഭാഗം ഇങ്ങനെ ചുമലിനോടും നേരിടുന്ന രൂപത്തിൽ ഇങ്ങനെ ഉയർത്തുക. അല്ലാഹു അക്ബർ. പിന്നെ അതെപ്പോഴൊക്കെ വേണം? ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം സ്വല്ലി ഫർള ളുഹ്രി അർബഅ റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലുമ്പോൾ ഒന്ന്. അപ്പം ഇങ്ങനെ കൈ ഉയർത്തിയിട്ടാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ അല്ലാണ്ട്. മറ്റൊന്ന് എവിടേക്കാണത്? വമഅ റുകൂഇൻ റുകൂഇലേക്ക് പോകുമ്പോഴുമാണ്. വറഫ്ഇൻ മിൻഹു റുകൂഇൽ നിന്ന് ഉയരുമ്പോഴുമാണ്. പിന്നെ എഴുത്തുദാൽ വന്നിട്ട് സമി അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞിട്ട് റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാതി വമിൻ അൽ അർളി വമിൻ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു കഴിഞ്ഞിട്ട് പിന്നെ സുജൂദിലേക്ക് പോകുമല്ലോ, അപ്പം അങ്ങനെ കൈ ഉയർത്തണ്ട. അപ്പം അങ്ങനെ പോയാൽ മതി. പിന്നെ ഉയർത്തേണ്ട അപ്പോൾ രണ്ട് സ്ഥലം നമ്മൾ പറഞ്ഞു, 3 സ്ഥലം. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ തക്ബീർ ഇട്ടുമ്പോൾ. 2, നൃത്തത്തിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പോവുക. പിന്നെ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എഴുത്തുദാലിലേക്ക് സമി അല്ലാഹു ലിമൻ ഹമിദ് അപ്പോൾ ഉയർത്തുക. 3 സ്ഥലമായി. 4ാമത്തെ സ്ഥലം വറഫ്ഇൻ മിൻ തശഹുദിൻ അവ്വൽ, 1ാമത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് ഉയരുമ്പോൾ. 4 റക്അത്ത് 3 റക്അത്തുള്ള നിസ്കാരത്തിൽ 2 അത്തഹിയ്യാത്ത് ഉണ്ടാവുമല്ലോ, ആ 2ാം റക്അത്തിൽ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് ഉയരുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തണം. ബാക്കി സുജൂദ് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ, അല്ലെങ്കിൽ 3ാം റക്അത്തിലെ സുജൂദ് കഴിഞ്ഞ് 4ാം റക്അത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ ഒന്നും കൈ ഉയർത്തി കെട്ടണ്ട. അപ്പം അങ്ങനെ വെന്ന പാട് കെട്ടിയാൽ മതി. നേരെ മറിച്ച് അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്തുണ്ട്. എന്നിട്ട് പിന്നെ എവിടെ ഇത് വെക്കേണ്ടത്? വവദ്ഉഹുമാ തഹ്ത സ്വദ്രിഹി ആഖിദൻ ബിയമീനിഹി ഖുഅ യസാരിഹി, നെഞ്ചിനു താഴെ ലില്ലിത്തിബാഅ് വഫൗഖ സുറത്തിഹി, നെഞ്ചിന് താഴെ പൊക്കിളിന് മീതെയായിട്ട് വെക്കണം. അവൻ്റെ ആഖിദൻ ബിയമീനിഹി വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധത്തെ, അല്ല മണിബന്ധം, അതിനെ പിടിച്ചുകൊണ്ട് പിന്നെ നെഞ്ചിന് താഴെ പൊക്കിളിന് മീതെയാണ്
കൈവെക്കേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും നെഞ്ചിന് മുകളിലേക്ക് വെക്കണമെന്ന വിഷയത്തിൽ ഒരു ഇമാമും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആഗോളതലത്തിൽ തന്നെ കേരളത്തിലെ ഏതാനും ആളുകളല്ലാതെ ഈ ഒരു സംഭവം പറയുന്നുമില്ല. അതുകൊണ്ടാണല്ലോ സമ്മേളനം നടത്തിയിട്ട് അറബികളെ കൊണ്ടുവന്ന് അറബികൾ നെഞ്ചിന് താഴെ കൈകെട്ടി, കൂടെയുള്ളവരോ നെഞ്ചത്തും കൈകെട്ടി. അപ്പോൾ അത് ഡേഞ്ചറാണ്. ആ കെട്ട് ആരും പറഞ്ഞിട്ടില്ല. 4 മദ്ഹബിനും വിരുദ്ധമായ കാര്യം ചെയ്യൽ ഹറാമാണ്. 4 മദ്ഹബിലും നെഞ്ചിനു താഴെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. തർക്കമുള്ളത് പൊക്കിളിന് മീതെയാണോ പൊക്കിളിന് താഴെയാണോ താഴ്ത്തിയിടലാണോ എന്നിടത്താണ് മറ്റുള്ളവർക്ക് അഭിപ്രായമുള്ളത്. അപ്പോൾ 4 മദ്ഹബിലും ഇന്നും പുറത്തായ ഒരു അഭിപ്രായമാണ് നെഞ്ചത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഹറാമായി വരികയും ചെയ്യും. അള്ളാഹു ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അതനുവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം കൂടെ ഇപ്പോൾ ഏതും നമ്മളിങ്ങനെ യൂട്യൂബിൽ അടിച്ചെടുത്താൽ ആരും എന്തും പറയുന്ന കാലമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തെളിവ് സഹിതം പറയുന്നതായിരിക്കും ഒന്നും കൂടെ ഉചിതമെന്ന് കരുതിയിട്ടാണ് ഫത്ഹുൽ മുഈനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നിസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങൾ സ്വന്തം ശരീരം കേട്ടില്ലെങ്കിൽ അതിന് പ്രതിഫലം കിട്ടൂല. അത് ഫർളായ ചൊല്ലാനുള്ള കാര്യമാണെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവില്ല എന്ന് പറഞ്ഞല്ലോ. ഇതാ കിതാബിൽ നോക്കി വയജിബു ഇസ്മാഉഹു, ആ തക്ബീർ കേൾപ്പിക്കൽ സുന്നത്ത് നിർബന്ധമാണ്. നഫ്സഹു, തൻ്റെ ശരീരത്തെ. ഇൻകാന സ്വഹിയ സമഇ, അവന് കേൾവിയുള്ള ആളാണെങ്കിൽ, കേൾവിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആളാണെങ്കിൽ, വല ആരിള മിൻ നഹ്വി ലഗ്ത്വിൻ, ഒച്ചപ്പാട് പോലത്തെ മറ്റു തടസ്സങ്ങളുമില്ല. ഭയങ്കര ശബ്ദകോലാഹലമുള്ള സ്ഥലത്താണ് നിസ്കരിക്കുന്നത്. അപ്പം പിന്നെ എന്ത് ചെയ്യണ്ട, അവിടെ ശരീരം കേൾക്കണ്ട. ശബ്ദകോലാഹലങ്ങളില്ലാത്തടത്ത് ശരീരം കേൾക്കുന്ന ശബ്ദം എത്രയോ ആ ശബ്ദത്തിൽ ഉയർത്തി വേണം അല്ലാഹു അക്ബർ ചൊല്ലാൻ. അല്ലാഹു അക്ബർ മാത്രമല്ല, കസായിരി റുക്നിൻ ഖൗലിയിൻ, ഖൗലിയായ അഥവാ ചൊല്ലേണ്ട വാജികമായ എല്ലാ ഫർളുകളും ഇപ്രകാരം തന്നെയാണ്. അതായത് മിനൽ ഫാത്തിഹ, ഫാത്തിഹ വേണം. വത്തഷഹുദി, അത്തഹിയാത്ത് വേണം. രണ്ടാമത്തെ തഹിയാത്ത്, ഒന്നാമത്തെ തഹിയാത്ത് സുന്നത്താണല്ലോ. വസ്സലാമി, സലാം വിട്ടുമ്പോൾ ഒന്നാമത്തെ സലാം നിർബന്ധമാണ്. അവിടെയൊക്കെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുന്ന ഉച്ചത്തിൽ പറയണം. വയുഅ്തബറു ഇസ്മാഉൽ മന്ദൂബിൽ ഖൗലിയി, വാജികമായ സുന്നത്തുകൾ അതും കേൾപ്പിക്കൽ പരിഗണിക്കപ്പെടും. ലിഹുസൂലി സുന്ന, സുന്നത്തിട്ടാൻ ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതണം. അത് സ്വന്തം ശരീരത്തെ കേൾപ്പിച്ചാൽ സുന്നത്തിട്ടുള്ളൂ, കൂലി ഇട്ടുള്ളൂ. അതുപോലെ റുക്കൂയിൽ ചെല്ലുള്ള പിന്നെ സുബ്ഹാന റബ്ബിയൽ അളീമ ബിഹംദിഹി, അതുപോലെ ബിഹംദിഹി, അതുപോലെ ഇഴ്തിദാൽ ചെയ്യാൻ ചൊല്ലാനുള്ള റബ്ബനാ ലക്കൽ ഹംദു, അതുപോലെ നമ്മളെ ഖുനൂത്ത്, പിന്നെ അത്തഹിയാത്തിന് ശേഷമുള്ള ദുആ, ഇതൊക്കെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വന്തം ശരീരം കേൾക്കുന്ന ഉച്ചത്തിൽ ചൊല്ലണം. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രമാണം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി. ഫത്ഹുൽ മുഈന് 42-ാമത്തെ പേജിൽ നമുക്ക് ഈ മസലകൾ കാണാം. 52-ാം പേജിൽ നമുക്ക് ഈ മസലകൾ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.